നമസ്കാരം പ്രേക്ഷകരെ. ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉറങ്ങിയിട്ടില്ല എന്നത് വ്യക്തമാണ്. ആദ്യത്തെ 3 മത്സരങ്ങളിൽ പരാജയം, കഴിഞ്ഞ സീസണിലും കൂടെ കൂട്ടി നിർത്തിയാൽ തുടർച്ചയായ 7 മത്സരങ്ങളുടെ പരാജയം. ഋതുരാജ് ഗെയ്ക്വാദിന്റെ കീഴിൽ ചെന്നൈ സൂപ്പർ കിങ്സ് പോകുന്നത് അസാധാരണ തോൽവികളിൽ നിന്നും തോൽവികളിലേക്കാണെന്ന് തന്നെ പറയേണ്ടി വരും. CSK പോകുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെ വിലയിരുത്താം? വലിയ മാറ്റത്തോടുകൂടി കൊണ്ടുവന്നതാണ് സഞ്ജു സാംസൺ ടീമിലേക്ക്. ആരെയൊക്കെയാണ് കൊണ്ടുപോയത് പ്രേക്ഷകരെ? രവീന്ദ്ര ജഡേജയും സാം കറണയും മാറ്റി നിർത്തിക്കൊണ്ടാണ് സഞ്ജു സാംസണെ മഞ്ഞക്കുപ്പായത്തിലേക്ക് കൊണ്ടുവന്നത്. വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് ആരാധകർ അത് സ്വീകരിക്കുകയും ചെയ്തത്. എന്നാൽ ഈ സീസണിൽ ഇരുവരും ചേർന്ന് ഇതുവരെ ആകെ നേടിയത് 62 റൺസാണ്. അതിൽ 41 റൺസ് ഋതുരാജ് ഗെയ്ക്വാദിന്റെ ബാറ്റിൽ നിന്നും ബാക്കി റൺസുമാണ് സഞ്ജു സാംസൺ സ്വന്തമാക്കുകയും ചെയ്തത്. 6, 7, 9 ഈ 3 ഇന്നിംഗ്സുകളാണ് സഞ്ജുവിന്റെ ബാറ്റിൽ നിന്നും പിറക്കുകയും ചെയ്തത്. എന്താണ് CSK ക്യാമ്പിൽ നിന്ന് നടക്കുന്നത്? ഇതുവരെ സഞ്ജു സാംസൺ ആ മഞ്ഞക്കുപ്പായത്തിൽ നിന്ന് ഒരു ചിരി പോലും ചിരിച്ചിട്ടില്ല. ക്യാമറ കണ്ണുകളിൽ ഇതുവരെ സഞ്ജു ചിരിക്കുന്ന ഒരു ദൃശ്യം പോലും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും സഞ്ജുവിന് നേരെ തലങ്ങും വിലങ്ങുമാണ് വിമർശകർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്രിക്കറ്റ് അനലിസ്റ്റുകൾ, ക്രിക്കറ്റ് എക്സ്പേർട്സ്, മുൻ ക്രിക്കറ്റ് താരങ്ങൾ എല്ലാവരും തന്നെ സഞ്ജുവിനെ വേട്ടയാടുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിന് ഏറ്റവും പ്രഥമ എക്സാമ്പിളാണ് അനിൽ കുംബ്ലെ നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത്. അനിൽ കുംബ്ലെ സഞ്ജു സാംസണെ മാത്രമല്ല വിമർശിക്കുന്നത്, CSKയുടെ മൊത്തത്തിലുള്ള പെർഫോമൻസ് ആണ്. CSK 19ാമത്തെ വർഷം IPL പോകുന്നു. അതിന് 2 വർഷങ്ങൾ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ സീസണിലും കളിച്ചിട്ടുള്ള ഒരു ടീമാണ് CSK. ഇതുവരെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒരു ക്യാമ്പയിൻ പോലും 3 പരാജയങ്ങൾ കൊണ്ട് തുടങ്ങിയിട്ടേ ഇല്ല. അങ്ങനെ ഒരു ചരിത്രമേ CSKയുടെ ഭാഗത്തു നിന്നില്ല. മുംബൈ തോറ്റു തുടങ്ങാറുണ്ട്. അപ്പോൾ മുംബൈ ആരാധകർ തന്നെ പറയുന്നത് ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ടാണ് തുടങ്ങുന്നത് എന്നുള്ളത്. പക്ഷേ ചെന്നൈ അങ്ങനെയല്ല. ചെന്നൈ 3 മത്സരങ്ങൾ അടുപ്പിച്ച് തുടക്കത്തിൽ തന്നെ തോറ്റൊരു ചരിത്രമേ ഇല്ല. 3 മത്സരങ്ങൾ ജയം എന്നത് എന്താണെന്ന് പോലും CSKക്ക് അറിയാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒന്നാമത്തെ കാര്യം ചോദിക്കുക, സാധാരണ CSKക്ക് എന്താണ് പഴി കേൾക്കുന്നത്? കിളവന്മാരുടെ ടീം, വയസ്സൻ പട എന്നൊക്കെ പറഞ്ഞ് കളിയാക്കലുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന CSK ടീം ഇത്തവണ യൂത്താണ്. യൂത്തുകളാൽ സമ്പന്നമായി നിൽക്കുകയാണ് ചെന്നൈ കുടുംബം എന്ന് പറയുന്നത്. അവിടെ നിന്നുകൊണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നിൽക്കുന്നത് വെറും 3 പ്ലേയേഴ്സാണ്. ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ്, സഞ്ജു സാംസൺ, പിന്നെ ഉള്ളത് മഹേന്ദ്ര സിംഗ് ധോണി. ബാക്കിയുള്ള എല്ലാവരും പുതുമുഖങ്ങളാണ്. ഇൻക്ലൂഡിങ് ദി ഓവർസീസ് പ്ലേയേഴ്സ് എല്ലാം പുതുമുഖങ്ങളാണ്. അപ്പോൾ CSK അടിച്ച് വാർത്തെടുത്തിരിക്കുന്ന ഒരു പുതിയ ടീമാണ് തവണ വരുന്നത്. പക്ഷേ ഒരു തരത്തിൽ പോലും ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സീനിയർ താരങ്ങൾക്ക് കഴിയുന്നില്ല. ധോണിക്ക് ഇതുവരെ ഒരു മത്സരം പോലും കളിക്കാൻ കഴിയിട്ടില്ല. ബാക്കിയുള്ള 2 പേര് 2 ഓപ്പണേഴ്സാണ്. അവർക്ക് 2 പേർക്കും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ CSK ക്യാമ്പിൽ സാധിച്ചിട്ടില്ല. വരും മത്സരങ്ങളിലെങ്കിലും അത് ഉണ്ടാവട്ടെ എന്നാണ് ചെന്നൈ ആരാധകർ ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് ക്രിക്കറ്റ് സ്നേഹിക്കുന്നവരും ആഗ്രഹിക്കുന്നത്. കാരണം ചെന്നൈ ഇങ്ങനൊരു ടീമല്ല. ചെന്നൈ എപ്പോഴും ലെഗസി കാത്തു സൂക്ഷിക്കുന്ന ഒരു ടീമാണ്. 10 ഫൈനലുകളില്ലാതെ 5 കപ്പുകൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു ചെന്നൈ ടീം ഇങ്ങനെ തുടക്കത്തിൽ തന്നെ 3 പരാജയങ്ങൾ ഏറ്റുവാങ്ങുക എന്ന് പറയുന്നത് ഒരു ക്രിക്കറ്റ് ആരാധകരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ അല്ല, ഒരു സാഹചര്യമല്ല, ഒന്നുമേ അല്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ CSK തിരിച്ചു വരണം. CSK എങ്ങനെയാണ് തിരിച്ചു വരേണ്ടത്? CSK തിരിച്ചു വരണമെങ്കിൽ മുന്നിൽ നിന്ന് നയിക്കേണ്ടത് പ്രധാനപ്പെട്ട സീനിയർ താരങ്ങളാണ്. ധോണി ആദ്യത്തെ 2 ആഴ്ചകളില്ല, അതിൽ ഒരാഴ്ച കട്ടായി പോയി. ഇനി അടുത്ത ഒരാഴ്ചയാണ് വരാനിരിക്കുന്നത്. മറ്റൊന്ന് ഗെയ്ക്വാദും സഞ്ജു സാംസണുമാണ്. ഗെയ്ക്വാദിന് ക്യാപ്റ്റൻസിയുടെ പ്രഷർ ഉണ്ടോ എന്നുള്ളത് നിർണായകമായ ചോദ്യമാണ്. കാരണം 7 മത്സരങ്ങളായി ഗെയ്ക്വാദിന്റെ ക്യാപ്റ്റൻസിയിൽ CSK തുടർച്ചയായി പരാജയങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുകയാണ്. ഒരു വിജയം ഗെയ്ക്വാദ് അറിഞ്ഞിട്ട് ഏകദേശം 8 മത്സരങ്ങൾ പിന്നീട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഗെയ്ക്വാദിന് ക്യാപ്റ്റൻസി പ്രഷർ ഉണ്ടോ? ഓപ്പണർ കൂടി ആകുമ്പോഴേക്കും പ്രഷർ ഗെയ്ക്വാദിന്റെ തലയിലേക്ക് വരികയാണോ? ആ പ്രഷർ ഒന്ന് ഈസ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഞ്ജു സാംസണെ കൊണ്ടുവന്നത്. പക്ഷേ സഞ്ജു കൂടുതൽ പ്രഷർ ആവുകയാണ് മാനേജ്മെന്റ്. സ്റ്റീഫൻ ഫ്ലെമിംഗ് പക്ഷേ സഞ്ജുവിനെ വെറുതെ വിടുന്നില്ല. സഞ്ജുവിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്, സഞ്ജുവിന്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. ഒരു പ്ലെയർ ഇത്രയും നാളുകളായി വേറെ ഫ്രാഞ്ചൈസിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയർ ഒരു പുതിയ ഫ്രാഞ്ചൈസിലേക്ക് വരുമ്പോഴുണ്ടാവുന്ന പൊരുത്തം, ആ ഒരു സമയം മാത്രമാണ് സഞ്ജു എടുക്കുന്നത്. സഞ്ജു തിരിച്ചു വരുമെന്നാണ് സ്റ്റീഫൻ ഫ്ലെമിംഗ് വിശ്വസിക്കുന്നത്. ഫ്ലെമിങ്ങിന് അങ്ങനെ പറഞ്ഞാൽ മതിയാവുകയുള്ളൂ. കാരണം ഫ്ലെമിങ്ങിന് വേറെ വഴിയില്ല. സഞ്ജു സാംസൺ ടീമിൽ ഉടനീളം ഉണ്ടാകും. സഞ്ജു ഇല്ലാതെ ഒരു CSK ടീമിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ സഞ്ജുവിനെ ബാക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഹെഡ് കോച്ചായ സ്റ്റീഫൻ ഫ്ലെമിങ്ങിനാണ്. അപ്പോൾ CSK മാനേജ്മെന്റും കോച്ചിനും വേറെ വഴിയില്ലാത്തതുകൊണ്ട് സഞ്ജുവിനെ ബാക്ക് ചെയ്യും. പക്ഷേ എന്ന് കരുതി അനാവശ്യമായ പ്രഷർ CSK സഞ്ജുവിന് മേൽ ഇടുകയാണോ എന്നൊരു നിർണായകമായ ചോദ്യം കൂടിയുണ്ട്. പക്ഷേ ഒരു സീനിയർ താരം തുടങ്ങിയേ മതിയാകുള്ളൂ. ഇപ്പോൾ തന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റിൽ എടുത്ത് നോക്കിയാൽ പോലും ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ ഇമോഷൻസ് എല്ലാം ഋതുരാജ് ഗെയ്ക്വാദ് കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ക്രിക്കറ്റ് ഈസ് എൻ ഇമോഷണൽ ഗെയിം. നിങ്ങൾ വിരാട് കോഹ്ലിയെ കണ്ടു നോക്കൂ, അല്ലെങ്കിൽ രോഹിത് ശർമ്മയെ കണ്ടു നോക്കൂ, ഹാർദിക് പാണ്ഡ്യയെ നോക്കൂ. എല്ലാ ക്രിക്കറ്റ് താരങ്ങളും ആനിമേറ്റഡ് ആവും ഓൺ ദ ഫീൽഡ്. ആകെ വിരൽ എണ്ണാവുന്ന MS ധോണിയെ പോലുള്ള ആളുകൾ മാത്രമാണ് അങ്ങനെ ക്യാപ്റ്റൻ കൂൾ പദവിയിൽ നിൽക്കുന്നത്. ഋതുരാജ് ഗെയ്ക്വാദ്, യു ആർ നോട്ട് മഹേന്ദ്ര സിംഗ് ധോണി, യു ആർ നോട്ട് ക്യാപ്റ്റൻ കൂൾ. ധോണി കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ലെഗസിയിൽ അതേ പാതയിൽ പോകണം ഗെയ്ക്വാദ് എന്ന് എന്തിനാണ് ഗെയ്ക്വാദ് സ്വയം വാശി പിടിക്കുന്നത്? എക്സ്പ്രസ് യുവർ സെൽഫ്, ആനിമേറ്റ് യുവർ സെൽഫ്. എന്താണോ ആ സാഹചര്യത്തിൽ വരുന്നത് അതനുസരിച്ച് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ എന്തുകൊണ്ടാണ് ഗെയ്ക്വാദ് മടിക്കുന്നത് എന്നുള്ള സാധാരണമായ ചോദ്യം നിൽക്കുകയാണ്. എന്താണ് അവിടെ അങ്ങനെ ഒരു ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണമെന്ന് പറയാൻ കാരണം
ഫേക്കായിട്ട് നിൽക്കുന്ന ഗെയ്ക്വാദിൻ്റെ പ്ലാനിങ്ങും എക്സിക്യൂഷനും ഒന്നും കൃത്യമായ രീതിയിൽ പോകുന്നില്ല. ധോണിയുടെ വഴിയെ ഞാൻ സഞ്ചരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ കൂളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗെയ്ക്വാദ് ഇവിടെ ഓരോ മത്സരങ്ങളും നിയന്ത്രിക്കുന്നത്. ഒരു നിർണായകമായ ഘട്ടത്തിൽ പോലും ഒരു വിക്കറ്റ് കീപ്പറായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലെയർ സഞ്ജു സാംസനെ ഇത്രയും പൈസ കൊടുത്ത് നിങ്ങൾ ടീമിലേക്ക് വാങ്ങുമ്പോഴേക്കും അയാളുടെ ബെസ്റ്റ് ഓഫ് ദി ഔട്ട്പുട്ട്സ് കൊണ്ടുവരാൻ ശ്രമിക്കൂ. അയാൾ ബാറ്റിംഗിൽ തിളങ്ങുന്നില്ല. ശരി, ഹി വാസ് എ ക്യാപ്റ്റൻ ഓഫ് രാജസ്ഥാൻ റോയൽസ്. അയാൾക്കൊരു ഫ്രാഞ്ചൈസിനെ നയിച്ച് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അയാൾക്ക് എങ്ങനെ ഒരു ടീമിനെ നയിക്കണമെന്ന് കൃത്യമായി അറിയാം. ആസ്ക് ഹിസ് അഡ്വൈസ്. അതിനെന്തിനാണ് ഗെയ്ക്വാദ് മടിക്കുന്നത്? സഞ്ജുവും ഗെയ്ക്വാദും കൂടി ഒരുമിച്ച് ഒരു ക്യാമറ ഫ്രെയിമിൽ നിന്നുകൊണ്ടൊരു കാര്യം സംസാരിക്കണമെങ്കിൽ വിരലെണ്ണാവുന്ന 2-3 ഫ്രെയിം മാത്രമേ ഉള്ളൂ. കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ എന്തുകൊണ്ട് ഇരുവരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നില്ല? എന്തുകൊണ്ട് സഞ്ജു സാംസനെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല? ടീമിൽ ഇപ്പോഴും അന്യനാണോ? 3 മത്സരങ്ങൾ കളിച്ച ആ ഓപ്പണർ നിർണായകമായൊരു ചോദ്യമാണ്. അതെല്ലാമാണ് CSKയുടെ താരതമ്യേന എക്സ്പീരിയൻസ് കുറഞ്ഞ ആളുകളിലേക്കും കൂടുതൽ പ്രഷർ വരാനുള്ള കാരണം. അല്ലാതെ IPL ഓപ്ഷനിലേക്ക് പൈസ കൊടുത്തത് മാത്രമല്ല, ഓൺ ഫീൽഡിലും അവർ പ്രഷറിലാണ്. 11 പേരും പ്രഷറിലാവുന്ന ഒരു സാഹചര്യം. ഒരാൾക്ക് പോലും ഒരു പോസിറ്റീവ്നെസ്, ഒരാൾക്ക് പോലും ഗെയിമിൽ ഒരു കൺട്രോളിങ് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. ആകെ പറയാനുള്ളത് 2 പേരാണ്. 11 പേരിൽ താരതമ്യേന 2 പേര്, അല്ലാതെ ഇവരും ഗംഭീരമായി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നതല്ല പറഞ്ഞു. ഒന്ന് സർഫറാസ് ഖാൻ, മറ്റൊന്ന് ശിവം ദൂബെ മാത്രമാണ്. ജെയ്മി ഓവർട്ടൺ പോലും പ്രഷറിൽ നിൽക്കുന്ന സാഹചര്യം നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ ടിം ഡേവിഡിനെതിരെയുള്ള ബൗളിംഗിൽ നമ്മൾ കണ്ടതാണ്. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ CSK നിൽക്കുകയാണ്. CSK അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. അത് ഞാൻ 3 തോൽവി കൊണ്ട് മാത്രമല്ല പറയുന്നത്, ബോഡി ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിലും പറയുകയാണ്. ഇതുവരെ ഒരു റീഗ്രൂപ്പിംഗ് CSK ടീമിൽ നിന്നും ഉണ്ടായിട്ടില്ല. അവിടെയാണ് അനിൽ കുംബ്ലെ പറയുന്നത് സീനിയർ താരങ്ങളായ സഞ്ജു സാംസണും ഗെയ്ക്വാദ് ഉൾപ്പെടെയുള്ളവർ ഇറങ്ങി കളിക്കണം. ഇറങ്ങി കളിച്ചാൽ മാത്രമേ CSKക്ക് ഈ ഒരു മോശം പ്രകടനത്തിൽ നിന്നും പുറത്തു വരാൻ കഴിയുള്ളൂ. യുവതാരങ്ങൾ നോക്കുന്നത് ആരെയാണ്? ടീമിലെ സീനിയർ താരങ്ങളെയാണ്. ധോണിയുടെ ആബ്സെൻസ് ഉള്ളതുകൊണ്ട് ധോണിയെ നോക്കാൻ കഴിയില്ല. പിന്നെയുള്ള 2 പേരാണ്, അതൊന്ന് ഗെയ്ക്വാദ്, ഒന്ന് സഞ്ജുവാണ്. ഇരുവരും തമ്മിൽ മിണ്ടുന്നില്ല, ഇരുവരും തമ്മിൽ ഒരു കോപ്പറേഷൻ ഇല്ല, ഇരുവരും ബാക്കിയുള്ള പ്ലെയേഴ്സിന് കൃത്യമായ മോട്ടിവേഷൻ നൽകുന്നില്ലെങ്കിൽ ടീം വീഴും, ടീം അട്ടപ്പട്ടലം വീഴും. ആ വീഴുന്നതാണ് നമ്മൾ ചെന്നൈ സൂപ്പർ കിങ്സിൽ കാണുന്നത്. അല്ലാതെ ഈ പ്ലെയേഴ്സ് ആരും ഇന്റർനാഷണൽ കളിക്കാത്തവരാണോ? ഗെയ്ക്വാദ്, സഞ്ജു സാംസൺ, സർഫറാസ് ഖാൻ, ശിവം ദൂബെ, ഇവർക്കാർക്കും കളിക്കാൻ അറിയാത്തതുകൊണ്ടാണോ? അണ്ടർ-19 ക്യാപ്റ്റൻ ആയുഷ് മാത്രേ, ജെയ്മി ഓവർട്ടൺ, ഇവർക്കൊക്കെ കളിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണോ? ഖലീൽ അഹമ്മദ് എത്രയോ ഫ്രാഞ്ചൈസികൾ കളിച്ച വ്യക്തിയാണ്. അൻഷുൽ കാംബോജിന് ഇപ്പോഴും നിലനിർത്തുകയാണ് CSK. നൂർ അഹമ്മദ് എന്താ കളിക്കാറുള്ളതുകൊണ്ടാണ്. സോ ഇറ്റ്സ് ദ ഗ്രൂപ്പിംഗ്. ആ ഒരു ടീം എന്ന് പറയുന്ന വികാരത്തിലേക്ക് CSK ഇതുവരെ എത്തിയിട്ടില്ല. ഇരുവരും തമ്മിൽ ഇപ്പോഴും ജെല്ലല്ല, ആരും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഒരു വ്യക്തമായ പ്ലാനോ സ്ട്രാറ്റജിയോ ഇല്ല. ഇതെല്ലാമാണ് CSK പരാജയപ്പെടാനുള്ള കാരണം. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അല്ലാതെ ഗെയിമിൻ്റെ ടാക്ടിക്സോ മാങ്ങാത്തൊലിയോ ഒന്നുമല്ല. ഇരുവരും തമ്മിൽ, അല്ലെങ്കിൽ ഈ പ്ലെയേഴ്സ് തമ്മിലുള്ള ഒരു റീഗ്രൂപ്പിംഗ് ഇല്ല. അവർക്ക് ആർക്കും തമ്മിൽ ഒരു തരത്തിലുമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. മാനേജ്മെൻറ്റ് എന്താണ് ചെയ്യുന്നത്? എന്തുകൊണ്ട് മാനേജ്മെൻറ്റ് പ്ലെയേഴ്സിനെ റീഗ്രൂപ്പ് ചെയ്യുന്നില്ല? നിർണായകമായ ചോദ്യമാണ്. അങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇതും ഇനിയും തുടരാനാണ് സാഹചര്യമെങ്കിൽ ഒരു ബ്രഹ്മാണ്ഡമായ ഇന്നിങ്സ് ഒന്നും സീനിയർ താരങ്ങളിൽ നിന്നും ആരും എക്സ്പെക്ട് ചെയ്യേണ്ട. കാരണം അവർ വലിയ പ്രഷറിലാണ് നിൽക്കുന്നത്. ആ ഒരു റീഗ്രൂപ്പിംഗ് എത്രയും പെട്ടെന്ന് സംഭവിച്ചാൽ മാത്രമേ CSK കരകയറാൻ സാധിക്കുകയുള്ളൂ. ഇനി 11-ാം തീയതിയാണ് അടുത്ത മത്സരം. അതിനു മുന്നേ CSKക്ക് ഒരു കൃത്യമായ റീഗ്രൂപ്പിംഗ് സംഭവിച്ചില്ലെങ്കിൽ ഇനിയും പരാജയങ്ങൾ തുടരും, ഇനിയും ഫോമില്ലായ്മ തുടരും. ഓർക്കുക ഇത്രയും വലിയൊരു ടൂർണമെൻറ്റ്, ലോകകപ്പിൽ അവിടെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് ആയ വ്യക്തിയാണ് ഇവിടെ വന്ന് തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അയാൾക്ക് കൃത്യമായ ഫോം ഇല്ലാത്തതാണോ? അല്ല, അയാൾ ഫോമിലായിട്ടും എന്തുകൊണ്ട് കളിക്കാൻ കഴിയുന്നില്ല? അവിടെയാണ് പ്രശ്നം. അവിടെയാണ് മാനേജ്മെൻറ്റിൻ്റെയും ടീമിൻ്റെയും പ്രശ്നം നിൽക്കുന്നത്. ഒരു കൃത്യമായ അറ്റ്മോസ്ഫിയർ പ്ലെയറിന് കൊടുത്തില്ലെങ്കിൽ പ്ലെയർ തിളങ്ങില്ല, പ്ലെയർ വീഴും. പ്ലെയർക്ക് വേണ്ടത് അറ്റ്മോസ്ഫിയറാണ്. പ്ലെയർക്ക് വേണ്ടത് മെൻ്റലി സാറ്റിസ്ഫൈയിങ് ആയിട്ട് നിൽക്കുന്ന കോച്ചിനെയും ക്യാപ്റ്റനെയുമാണ്. അത് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്ലെയർ വീണിരിക്കും. അവിടെയാണ് ഇപ്പോൾ സഞ്ജു സാംസൺ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് എക്സ്പീരിയൻസ് ഡസൻറ്റ് മാറ്റർ. അവിടെ നിങ്ങൾക്ക് കൃത്യമായ സ്പേസ് ഇല്ലെങ്കിൽ വീഴും. ആ ഒരു സാഹചര്യം മുന്നോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സഞ്ജുവിൻ്റെ ഇന്നിങ്സും ഗംഭീരമാവണം, ഋതുരാജിൻ്റെ ഇന്നിങ്സ് ഗംഭീരമാവണം. ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒറ്റത്തലയിൽ വെക്കുന്നതല്ല. ഇഫ് യു ഹാവ് സം സീനിയർ പ്ലെയേഴ്സ് വിത്ത് യു, ടോക്ക് ടു ദം, ഇൻട്രാക്ട് വിത്ത് ദം, കൃത്യമായ ഗെയിം പ്ലാനിങ്ങുമായിട്ട് മുന്നോട്ട് പോകണം എന്നത് ഗെയ്ക്വാദിന് ഇനിയും ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഹി ഹാസ് ബീൻ ലീഡിങ് ദ സൈഡ്. എന്നിട്ട് പോലും CSKക്ക് ഒരു റീഗ്രൂപ്പിംഗ് സംഭവിക്കുന്നില്ലെങ്കിൽ അത് വളരെ മോശമാണ്. അതുതന്നെയാണ് അനിൽ കുംബ്ലെയും ചൂണ്ടിക്കാണിക്കാനായി ശ്രമിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.